എൻസിപിയിൽ മന്ത്രിമാറ്റമില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അംഗീകരിച്ച് സംസ്ഥാന അധ്യക്ഷൻ പി.സി. ചാക്കോ തർക്കത്തിനില്ല എന്നും എൽ.ഡി.എഫിൽ ഉറച്ചു നിൽക്കുമെന്നും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടറിയിച്ചു. ഇന്ന് എറണാകുളത്ത് എൻസിപി ഭാരവാഹി യോഗം ചേരാനിരിക്കെയാണ് മുഖ്യമന്ത്രിയുമായുള്ള നിർണായക കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും പി.സി. ചാക്കോയുടെയും സതുദ്ദേശപരമായ കൂടിക്കാഴ്ച എന്നാണ് എ.കെ. ശശീന്ദ്രന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ആദ്യം പ്രതികരണങ്ങൾ കാണാം. അധ്യക്ഷൻ മുഖ്യമന്ത്രിയെ കണ്ടത് ഇവിടെ ഒരുപാട് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. തുടർന്നുള്ള പരിപാടികളിൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കാര്യങ്ങൾ ഇരു പാർട്ടികളും തമ്മിൽ ആലോചിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ആരോഗ്യകരമായ സമ്പ്രദായത്തെ നിങ്ങൾ ദുഷ്ടലാക്കോടുകൂടി കാണുന്നതിന് എന്താ അർത്ഥം? എല്ലാം നമ്മൾ മഞ്ഞക്കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കേണ്ട. അതെല്ലാം സതുദ്ദേശപരമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ഇപ്പോൾ പി.സി. ചാക്കോ മന്ത്രിമാറ്റമില്ല എന്ന തീരുമാനം എങ്ങനെ അംഗീകരിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത്. മന്ത്രിമാറ്റത്തിനായി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്താൻ നോക്കി. മുംബൈയിൽ പോയി നേതാക്കളെ കണ്ടു, ശരത് പവാറിനെ കണ്ടു. ഇത്തരം നടപടികളിലൊക്കെ നടത്തിയ സമ്മർദ്ദതന്ത്രം അത് ഫലവത്തായില്ല. അതേസമയം ഇപ്പോൾ എൽ.ഡി.എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് കൂടിയാണ് പി.സി. ചാക്കോ പറയുന്നത്. മറുവശത്ത് പി.സി. ചാക്കോ യു.ഡി.എഫിലേക്ക് പോകാനുള്ള ചില സാധ്യതകൾ, മറ്റു പാർട്ടിയിലേക്ക് പി.വി. അൻവറുമായി നടത്തിയിരിക്കുന്ന ചർച്ചകൾ എന്നൊക്കെയുള്ള വാർത്തകൾ ഒരു വശത്ത് വരുന്നുണ്ട്. എന്താണ് മനസ്സിലാക്കാനാവുന്നത് ലേബി? സ്മൃതി, ആ വാർത്തകളോടുള്ള പ്രതികരണമാണ് അല്പം മുമ്പ് പി.സി. ചാക്കോ പറഞ്ഞത്. ഏതെങ്കിലും രീതിയിൽ താൻ യു.ഡി.എഫിലേക്ക് പോകും എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണ്, എൽ.ഡി.എഫിനൊപ്പം ഉറച്ചു നിൽക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 3 മാസമായി ഈ അസ്വാരസ്യം പാർട്ടിക്കുള്ളിൽ തുടരുകയാണ്. അതിനിടയിൽ കഴിഞ്ഞ മാസം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ തന്നെ ചേർന്നിരുന്നു. അന്ന് എ.കെ. ശശീന്ദ്രനോട് മന്ത്രിസ്ഥാനം ഒഴിയാനാണ് സംസ്ഥാന അധ്യക്ഷൻ പി.സി. ചാക്കോ അന്ത്യശാസനം നൽകിയിരുന്നത്. എന്നാൽ അതിനെ തുടർന്നുള്ള കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഡൽഹിയിൽ പ്രകാശ് കാരാട്ടുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ചയിൽ അനുകൂല തീരുമാനം ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ നിലപാടെടുക്കാനാകില്ല എന്ന് പ്രകാശ് കാരാട്ട് പറയുന്നു. വീണ്ടും തിരിച്ച് പന്ത് മുഖ്യമന്ത്രിയുടെ കോർട്ടിലേക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും എ.കെ. ശശീന്ദ്രൻ മുഖ്യമന്ത്രിയെ കാണുന്നു. അതിനിടെ ഇന്നലെ മുഖ്യമന്ത്രിയെ പി.സി. ചാക്കോ കണ്ടിരിക്കുന്നു. സ്മൃതി, ഇതിൽ ഏറ്റവും നിർണായകം ഇന്നലെ പി.സി. ചാക്കോ മുഖ്യമന്ത്രിയെ കണ്ടത് തന്നെയാണ്. കാര്യം ഇന്ന് അദ്ദേഹം അതിനോട് നൽകിയിരിക്കുന്ന പ്രതികരണവും നമ്മൾ വായിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഭരണഘടനാപരമായ അവകാശമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതായത് പാർട്ടിയുടെ അഭിപ്രായം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ നമ്മൾ എടുത്തു ചോദിച്ചു, അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേതാണോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറിയെങ്കിൽ പോലും അന്തിമ തീരുമാനം ആരുടേതാണെന്ന് കാത്തിരുന്ന് കാണാം എന്ന് അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയിലേക്ക് നേരത്തെ പി.സി. ചാക്കോ പോയിരുന്നില്ല. അങ്ങനെയെങ്കിൽ എന്താണ് കാരണം? എൻസിപിയുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യം എന്താണെന്നാണ് അറിയേണ്ടത്. ലേബി സൈന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.